ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് കേട്ടോ. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ എന്താണ് കാരണം, എന്തൊക്കെയാണ് എനിക്കൊന്ന് കിട്ടിയത് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ മുഴുവനില്ല കേട്ടോ. അത് കണ്ടോ, ഞാൻ ലാബ് വന്ന് തുറന്നിട്ടേ ഉള്ളൂ, അപ്പോൾ ആൾ വരാൻ തുടങ്ങി. രാവിലെ 7 മണിക്ക് വന്ന് തുറന്നു കേട്ടോ. ഇപ്പം ആണെങ്കിൽ ഒരു സ്റ്റാഫ് ഇല്ല, അതുകൊണ്ട് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ തന്നെയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് നിൽക്കുന്നത്. പിന്നെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് കുറച്ച് പേർക്കെല്ലാം അറിയുന്നുണ്ടാവും, ഷിഫ്ന ഷംന. അവർ ഇപ്പോൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് അവർ നിർത്തിയിട്ടുണ്ട്. ഒരാൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് മറ്റേ ആളും 2 പേരും ഒരുമിച്ചേ വരുള്ളൂ, അതുകൊണ്ട് പിന്നെ അവരങ്ങനെ നിർത്തി. അപ്പോൾ ഞാനാണിപ്പോൾ രാവിലെ വന്ന് തുറക്കുന്നതൊക്കെ. അപ്പം രാവിലെ തുറക്കാൻ കുറച്ച് പറഞ്ഞിരുന്നിട്ട് തന്നെ 2-3 പാക്കേജൊക്കെ ഒരുമിച്ച് വന്നു. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ്, പിന്നെ എന്നും ഇങ്ങനെ രാവിലെ തന്നെ വരുമൊന്നുമില്ല കേട്ടോ. ഇന്ന് അങ്ങനെ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. പാക്കേജ് ആകുമ്പോൾ കുറച്ച് പണിയാണ്, കാരണം എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്യണം. അതൊരു 3-4 ആളുടെ ഒരുമിച്ച് വരുമ്പോൾ കുറച്ചൊരു റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് ഫ്രീ ആവുക എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടുത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലാണ്. ഇപ്പോൾ ഒരു 3-4 പാക്കേജാണ് എനിക്ക് ഒരുമിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തം ചെയ്യണം. 2 അവിടെ കറങ്ങുന്നുണ്ട്, 2 കറക്കി വെച്ചിട്ട് അങ്ങനെ എന്തായാലും എല്ലാ റിസൾട്ട് അടിക്കാനും കൊടുക്കാനൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ പിന്നെയും ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി റിസൾട്ട് അടിച്ച് കൊടുക്കട്ടെ. ഈ സമയമായപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിശപ്പും തോന്നുന്നു കേട്ടോ. രാവിലെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 6-6:30 ആയപ്പം ചായ കുടിച്ച് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ട്രെയിനേഴ്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു 10 മണി കഴിഞ്ഞിട്ടാണ്, 9 മണിയൊക്കെ ആയിട്ടാവും അവർ വരിക. അപ്പോൾ എന്തായാലും ഇനി റിസൾട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു ചായ കുടിക്കട്ടെ. എനിക്ക് ആകെ കൂടി വിശക്കാണ്. ജോത്സ്ന, ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരെ. നിങ്ങളെ കസ്റ്റമേഴ്സിനെയൊക്കെ ഫോട്ടോ എടുക്കുക. ചായ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ നല്ല ചൂടുള്ള പഴംപൊരി കണ്ടപ്പോൾ പിന്നെ ഒരു പഴംപൊരിയും വാങ്ങി. എങ്ങനെ പിന്നെ തടി കൂടാതെ നിൽക്കല്ലേ, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ച് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ വീണ്ടും ടെസ്റ്റ് വന്നു, വീണ്ടും എക്സ്റേ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പണി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഈവനിങ് ആവാനുള്ളൊരു ത്വര ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു 1-2 സന്തോഷങ്ങളുണ്ടെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് റെഡി ആവാം, ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് പോവാമെന്ന് വിചാരിച്ച് റെഡി ആവാൻ തുടങ്ങി. രാവിലെ 6 മണി 6:30 വരുമ്പോൾ കുളിച്ച് വരുന്നതുകൊണ്ട് എനിക്ക് തലവേദനയ്ക്ക് അത്രയും രാത്രി വരെ ഇങ്ങനെ മൊഫ്ത കുത്തി നിൽക്കണോണ്ട്. അതുകൊണ്ട് ചില ദിവസം ഞാൻ രാവിലെ മുടി ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മൊഫ്ത കുത്താതെയാണ് വരിക. പിന്നെ ഇവിടെ വന്നിട്ടാണ് കുത്താറുള്ളത്. അപ്പം എന്തായാലും ഇനി റെഡി ആയിട്ട് ഇപ്പോഴൊന്നല്ല കേട്ടോ, വൈകുന്നേരമാണ് പോകേണ്ടത്. അപ്പം ഞാൻ ഇപ്പം തന്നെ ഒന്നിങ്ങനെ റെഡിയായി നിൽക്കാൻ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ ലാബിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. 7 മണി കഴിഞ്ഞു. പക്ഷെ ഞാൻ 8-8:30 പോകാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ പോകും, കാരണം ഇന്ന് നമ്മുടെ ഗീവ് അവേ വാങ്ങാൻ പോകണം. ഇവിടെ അറേബ്യൻ മജ്ലിസിലാണ് കേട്ടോ. അപ്പം എനിക്ക് പോകുന്ന വഴിക്ക് വേറൊരു ഫോമൊക്കെ വാങ്ങാനുണ്ട്. അത് വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ഗീവ് അവേൻ്റെ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ പോവുക. പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുക, ഷോർട്ടിൽ ഞാൻ വീഡിയോ എടുക്കും. ലോങ്ങിൽ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും നമുക്കിനി അവിടെ പോയിട്ട് കാണാം. എക്സൈറ്റഡ് ആണ്. ഒറ്റയ്ക്കായതിൻ്റെ കുറച്ചൊരു മടിയുണ്ട്. കൂടെ കെട്ടിയ ബാക്കി 3 ആൾക്കാരും പോയി വാങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് വാങ്ങാത്ത കേട്ടോ. അപ്പം ഞാൻ ഇന്നാണ് പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. യെസ്, അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു സന്തോഷം കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ഗീവ് അവേ അടിച്ചു ഗൈസ്. നമ്മുടെ അറേബ്യൻ മജ്ലിസും എടക്കരയിലുള്ള അറേബ്യൻ മജ്ലിസും തേക്കിൻ്റെ നാട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജും കൂടി ഒരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്താണെന്നറിയില്ല, ഞാനും എല്ലാവരുമായിട്ട് ചറ പറ മെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എന്നെ ഗീവ് അവേയിൽ അടിച്ചിട്ടുള്ളത് എനിക്ക് തന്നെയാണ്. നല്ല അടിപൊളി മന്തിയായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര ഒരു മന്തി ലവറാണ്. ഇവരുടെ നിലമ്പൂരുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കരയിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് ടൈമാണ് ഇവരെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഈ ചിക്കൻ മന്തി മാത്രമല്ല, ഇവിടുത്തെ മട്ടൻ മന്തിയൊക്കെ അടിപൊളിയാണ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം നമുക്ക് മട്ടൻ മന്തിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ചിക്കൻ മന്തി എനിക്ക് ആദ്യമായിട്ട് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഞങ്ങളുടെ ഒരു കുറി അടിക്കുകയും ചെയ്തു കേട്ടോ ഇന്ന് തന്നെ. എന്താണെന്നറിയില്ല, പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ഫുൾ എന്തായാലും സന്തോഷമാണ്. വീട്ടിൽ വന്ന് ഫസ്റ്റ് തന്നെ ഞാനൊന്ന് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഇവർ മൊത്തം ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര മന്തി കൊതിയന്മാരാണ്. അപ്പോൾ മന്തി അൽഫാമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ചും കൂടി റൈസും പീസും ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളുടെ കുടുംബം കുറച്ച് വലുതായതുകൊണ്ട് എല്ലാവർക്കും തികയണമെങ്കിൽ ഒന്നും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിപ്പോടുകൂടി ഇന്നത്തെ വ്ളോഗും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.